നമസ്കാരം. നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. കോൺട്രാക്ട് അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ഐറ്റങ്ങളുടെ തരംതിരിവിലൂടെയാണ് പ്രോഫിറ്റിലേക്ക് എത്തുക എന്നുള്ള കോൺട്രാക്ട് അക്കൗണ്ടിന്റെ ഫോർമാറ്റാണ് തന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും പഴയ ട്രഡീഷണൽ മെത്തേഡിൽ തന്നെയാണ് ഫോർമാറ്റ് തയ്യാറാക്കേണ്ടത്. ഡെബിറ്റ് സൈഡിൽ എല്ലാ തരത്തിലുള്ള ചെലവുകളും, എല്ലാ തരത്തിലും സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം, കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺട്രാക്ടർ ആണ് ഈ കോൺട്രാക്ട് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. തന്റെ വരവ് ചെലവുകളിലൂടെ ഏതൊക്കെ തരത്തിലുള്ള വരവ് ചെലവുകളിലൂടെയാണ് പ്രോഫിറ്റ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ള കാൽക്കുലേഷൻ നടത്തുന്നതാണ് കോൺട്രാക്ട് അക്കൗണ്ടിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതിൽ എല്ലാ തരത്തിലുള്ള എക്സ്പെൻസുകളും ചെലവുകളും ഡെബിറ്റ് സൈഡിലാണ് കാണിച്ചിട്ടുള്ളത്. എല്ലാ ഐറ്റങ്ങളും ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഐറ്റങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നില്ല. എല്ലാം ഫെമിലിയർ ഐറ്റങ്ങളാണ്. മെറ്റീരിയൽസ്, ലേബർ, പ്ലാന്റ്, overheads means all indirect expenses are collectively called overheads. സൂപ്പർവൈസേഴ്സിന് കൊടുക്കുന്ന സാലറി ഉണ്ടെങ്കിൽ അത്, അഡ്മിനിസ്ട്രേഷന്റെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ളതല്ലാത്ത ഡയറക്റ്റ് അല്ലാത്ത മറ്റു തരത്തിലുള്ള ചെലവുകളും കൂടെ ഉൾപ്പെടുത്തുന്നതാണ് ഓവർഹെഡ്സ്. കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്ട്, ചില കേസുകളിൽ കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും ഡയറക്റ്റ് പ്രൊസീജിയറുകൾക്ക് പുറമെ കോൺട്രാക്ടർ വീണ്ടും എ പാർട്ട് ഓഫ് ദ പോർഷനെ സബ് കോൺട്രാക്ട് ടു ദ പോർഷൻ, അങ്ങനെയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരം ചെലവുകളാണ് സബ് കോൺട്രാക്ട്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റങ്ങൾ ശ്രദ്ധിക്കുക. വർക്കിംഗ് പ്രോഗ്രസ് എന്നുള്ള ടേമിൽ ഉൾപ്പെടുത്തി വരുന്നത് രണ്ട് ഐറ്റങ്ങളുണ്ട്. ഒന്ന് വർക്ക് സർട്ടിഫൈഡ്, വർക്ക് അൺസർട്ടിഫൈഡ്. ഇതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. വർക്ക് സർട്ടിഫൈഡ് എന്താണ്, വർക്ക് അൺസർട്ടിഫൈഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തതാണ്. ആ വർക്ക് അൺസർട്ടിഫൈഡും വർക്ക് സർട്ടിഫൈഡും കൂടിയിട്ടുള്ളതാണ് വർക്കിംഗ് പ്രോഗ്രസ് എന്നുള്ള ടേമിൽ ഉൾപ്പെടുന്നത്. മറ്റൊന്ന് മെറ്റീരിയൽസ് റിട്ടേൺഡ്. കോൺട്രാക്ടറുടെ ഈ പെർട്ടിക്കുലർ കോൺട്രാക്ടിന് വേണ്ടി പർച്ചേസ് ചെയ്ത മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അത് ആ കോൺട്രാക്ടിന് ശേഷം അല്ലെങ്കിൽ ആ കോൺട്രാക്ടിന്റെ തുടർച്ചയിൽ ആ കോൺട്രാക്ടിന്റെ പ്രൊസീജിയറുകളിൽ മെറ്റീരിയൽസ് ഏതെങ്കിലും തരത്തിൽ ബാക്കി വരുന്നതോ ബാലൻസ് വരുന്നതോ ആയിട്ടുള്ള ഐറ്റങ്ങൾ റിട്ടേൺ ചെയ്യുന്നതാണ് മെറ്റീരിയൽസ് റിട്ടേൺഡ്. മെറ്റീരിയൽസ് ലൈയിങ് അറ്റ് സൈറ്റ്, മെറ്റീരിയൽ അറ്റ് സൈറ്റ് എന്നും പറയാം, അല്ലെങ്കിൽ മെറ്റീരിയൽ ലൈയിങ് അറ്റ് സൈറ്റ്, മെറ്റീരിയൽ അറ്റ് സൈറ്റ് എന്നും പറയാം. ഐറ്റമാണ് അടുത്തത്. മറ്റൊന്ന് പ്ലാന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തതിന് ശേഷമാണ് നെറ്റ് എമൗണ്ട് ഔട്ടർ കോളത്തിൽ കാണിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണം, ഐറ്റം ഈ പെർട്ടിക്കുലർ കോൺട്രാക്റ്റിന് വേണ്ടി പർച്ചേസ് ചെയ്ത പ്ലാന്റ് എത്രത്തോളം ഇവിടെ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഡിപ്രീസിയേഷൻ എമൗണ്ട്. അത് കഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് ആണ്, പ്ലാന്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ബാക്കി എമൗണ്ട് ആണ് നെറ്റ് വർത്ത് ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. ചിലപ്പോ ചില പ്രോബ്ലങ്ങളിൽ, ചില രീതികളിൽ ഡെബിറ്റില് പ്ലാന്റ് കാണിക്കാതെ നേരിട്ട് പ്ലാന്റ് അറ്റ് സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ മാത്രം കാണിക്കാറുമുണ്ട്. രണ്ടും സെയിം തന്നെയാണ്, എഫക്റ്റ് ഒക്കെ സെയിം തന്നെയാണ്. പർച്ചേസ് ചെയ്ത പ്ലാന്റും അവിടെ ഉപയോഗിച്ച പ്ലാന്റും തമ്മിലുള്ള ഡിഫറൻസിന്റെ റിസൾട്ട് തന്നെയാണ് ഈ അക്കൗണ്ടിലേക്ക് വരുന്നത് എന്നുള്ളത് പ്രോബ്ലത്തിൽ കൂടെ നമുക്ക് ഒന്നുകൂടെ വിശദമായിരിക്കും അത്. എന്നിട്ട് ഈ കാണിച്ചിരിക്കുന്ന, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, മെറ്റീരിയൽസ്, ലേബർ, പ്ലാന്റ്, ഓവർഹെഡ്, കോസ്റ്റ് ഓഫ് സബ് കോൺട്രാക്ട് എന്നുള്ള ഐറ്റങ്ങൾ ഡെബിറ്റിലും, വർക്കിംഗ് പ്രോഗ്രസ്, മെറ്റീരിയൽസ് റിട്ടേൺഡ്, മെറ്റീരിയൽസ് ലൈയിങ് അറ്റ് സൈറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ അറ്റ് സൈറ്റ്, പ്ലാന്റ് അറ്റ് സൈറ്റ് ഓർ പ്ലാന്റ് ലെസ് ഡിപ്രീസിയേഷൻ, ബോത്ത് ആർ ഈക്വൽ. പ്ലാന്റ് അറ്റ് സൈറ്റ് എന്നുള്ള ഐറ്റം കൂടെ ബാലൻസ് ചെയ്തതിന്റെ റിസൾട്ട് ആണ്, ബാലൻസിങ് ഫിഗർ ആണ് നമ്മുടെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത നോഷണൽ പ്രോഫിറ്റ് എന്നുള്ള ഐറ്റം. ഇപ്പൊ ഇവിടെ നോഷണൽ പ്രോഫിറ്റ് കിട്ടി. ആ നോഷണൽ പ്രോഫിറ്റ് നേരെ ഓപ്പൺ ചെയ്ത് കാണിച്ചു. നോഷണൽ പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ എന്നുള്ള രീതിയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഇനി ഈ നോഷണൽ പ്രോഫിറ്റിൽ നിന്നാണ് രണ്ട് തരത്തിലുള്ള ഡിവിഷനുകൾ ഉള്ളത്. രണ്ട് തരത്തിൽ ഈ നോഷണൽ പ്രോഫിറ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒന്ന്, എ പാർട്ട് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് റിമൈനിങ് എമൗണ്ട് ടു വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് അക്കൗണ്ട് ആസ് വി ഡിസ്കസ്ഡ് ഏർലിയർ. വർക്കിംഗ് പ്രോഗ്രസ് റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. ഏത് ബേസിലാണ് മാറ്റുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. മീൻസ് ടോട്ടൽ കോൺട്രാക്റ്റിന്റെ
1/4 കുറവാണെങ്കിൽ ഒരു എമൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതില്ല. എല്ലാ എമൗണ്ടും വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ടിൽ തന്നെ കാണിച്ചാൽ മതി. രണ്ടാമത്തത് 1/4 കൂടുതലും 1/2 ഹാഫ് പോർഷനേക്കാൾ കുറവാണെങ്കിൽ ടോട്ടൽ നോഷണൽ പ്രോഫിറ്റിന്റെ, നമ്മൾ ഇവിടെ ട്രാൻസ്ഫർ ചെയ്ത് കാണിച്ച ഈ നോഷണൽ പ്രോഫിറ്റിന്റെ 1/3 പ്രപ്പോർഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് മാറ്റണം. ബാക്കി വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റണം. മറ്റൊന്ന്, മൂന്നാമത്തെ കണ്ടീഷൻ ഉണ്ടായിരുന്നു, 1/2 പോർഷനോ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ, പകുതിയോ അതിനേക്കാൾ കൂടുതലോ ആണെങ്കിൽ 2/3 ഓഫ് ദ നോഷണൽ പ്രോഫിറ്റ് ഈസ് ടു ബി ട്രാൻസ്ഫേർഡ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ 3 കണ്ടീഷനുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നിട്ടുള്ള ഈ പോർഷനിൽ നോഷണൽ പ്രോഫിറ്റിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് ക്ലോസ് ചെയ്ത് കാണിക്കലാണ് കോൺട്രാക്ട് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇനി നമുക്ക് ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ പ്രോബ്ലം നമുക്ക് നോക്കാം. പ്രോബ്ലത്തിൽ പറയുന്നത്, the contract ledger of a company showed the following expenditure on account of contract number 1985 at 31st December 2019. 2019 ക്ലോഷർ ഡേറ്റിലെ ഒരു കോൺട്രാക്ട് ഡീറ്റെയിൽസ് താഴെ കാണിച്ചിരിക്കുന്നു. മെറ്റീരിയൽസ് 94,000, പ്ലാന്റ് 12,000, വേജസ് 1,03,000, എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ് 6,700. എല്ലാം എക്സ്പെൻസുകളാണ്. നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റങ്ങളാണ് തന്നിട്ടുള്ളത്. താഴെ, ദ കോൺട്രാക്ട് വാസ് കമൻസ്ഡ് ഇൻ January 2019 ആൻഡ് ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹4 lakh. Cash received on account to date was ₹1,72,000, representing 80% of the work certified, the remaining 20% being retained until completion. ശ്രദ്ധിക്കേണ്ട ഒരു ടേമാണ് കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ് തന്നിരിക്കുന്നത് January 1 ജാനുവരിയിലാണ് 2019. കോൺട്രാക്ട് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് 4 lakhs, 4 ലക്ഷം രൂപ. ക്യാഷ് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ടു ഡേറ്റ് വാസ് ₹1,72,000. നമുക്ക് തന്നിരിക്കുന്ന December 31st 2019 എന്ന ഡേറ്റ് വരെ ക്യാഷ് റിസീവ്ഡ് എന്നുള്ള എമൗണ്ട് 1,72,000 ആണ്. കഴിഞ്ഞിട്ടില്ല. ആ 1,72,000 representing 80% of the work certified. വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% തന്നിരിക്കുന്ന 1,72,000 രൂപ എന്ന് പറയുമ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ നമുക്കറിയാം ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള ഐറ്റം. ആ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള ഐറ്റത്തിൽ പെട്ടതാണ് വർക്ക് സർട്ടിഫൈഡും വർക്ക് അൺസർട്ടിഫൈഡും. അപ്പോൾ തന്നിരിക്കുന്നതിൽ വർക്ക് സർട്ടിഫൈഡിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലൂ ആണ് തന്നിട്ടുള്ളത്. 1,72,000 എന്ന് പറഞ്ഞ എമൗണ്ട് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% എന്ന്. ആ 80% നിന്ന് നമുക്ക് വർക്ക് സർട്ടിഫൈഡ് കണ്ടെത്താം. പ്രോബ്ലത്തിൽ കൂടെ പറയാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ മീനിങ് മനസ്സിലാക്കി പോവുക. തുടർന്ന് ദ റിമൈനിങ് 20% ബീയിങ് റീറ്റെയിൻഡ് അണ്ടിൽ കംപ്ലീഷൻ. 20% കോൺട്രാക്റ്റ് അവസാനിക്കുന്നത് വരെ അതോടെ റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. മീൻസ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലെല്ലാം ഡിസ്കസ് ചെയ്ത റീറ്റെൻഷൻ മണി എന്നുള്ളതാണ് ആ 20%. അത് നമ്മൾ പ്രോബ്ലത്തിലേക്കൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒരു സെൻറ്റൻസ് അവിടെ തന്നിരിക്കുന്നു എന്ന് മാത്രം. തുടർന്ന് ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ ഓൺ ഹാൻഡ് വാസ് ₹4,500. മെറ്റീരിയൽ ഓൺ ഹാൻഡ്, മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ 94,000 തന്നു. മെറ്റീരിയൽ ഓൺ ഹാൻഡ് എന്നുള്ള ഐറ്റമാണ് നമുക്ക് 4,500 കോൺട്രാക്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാനുള്ളതാണ്. ആൻഡ് ദ വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ്. വർക്ക് അൺസർട്ടിഫൈഡിനെ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ് ആ സെൻറ്റൻസ്. വർക്ക് ഫിനിഷ്ഡ് ബട്ട് നോട്ട് സർട്ടിഫൈഡ്, ദാറ്റ് മീൻസ് വർക്ക് അൺസർട്ടിഫൈഡ്, ദാറ്റ് ഈസ് ₹4,000. തുടർന്ന് പ്രിപ്പയർ ആൻ അക്കൗണ്ട് ഓഫ് കോൺട്രാക്ട് ഷോയിങ് പ്രോഫിറ്റ് ടു ഡേറ്റ് assuming depreciation on plant at 10% per annum.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ തയ്യാറാക്കിയതിന് ശേഷം പ്രോഫിറ്റ് കണക്കാക്കാനാണ്. കണക്കാക്കുമ്പോൾ പ്ലാന്റിൻ്റെ ഡിപ്രീസിയേഷൻ 10% ആണെന്നും കൂടെ പരിഗണിക്കേണ്ടതുണ്ട്. ആൻഡ് സ്റ്റേറ്റ് ദ പ്രപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ദ കമ്പനി വുഡ് ബി ജസ്റ്റിഫൈഡ് ഇൻ ടേക്കിംഗ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട പ്രോഫിറ്റിൻ്റെ ന്യായീകരണം കൂടെ നമ്മളോട് നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ കോൺട്രാക്റ്റ് അക്കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആയ കാരണം, അതാണല്ലോ വർക്ക് സർട്ടിഫൈഡും അൺസർട്ടിഫൈഡും തന്നിട്ടുള്ളത്. ഇൻകംപ്ലീറ്റ് കോൺട്രാക്റ്റ് ആയ കാരണം നോഷണൽ പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആ നോഷണൽ പ്രോഫിറ്റിലെ ഏത് പോർഷനാണ്, എത്ര എമൗണ്ട് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടതെന്ന് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമുക്ക് നേരത്തെ തന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്തു നോക്കാം. തന്നിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ എക്സ്പെൻസുകളും കോൺട്രാക്റ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം ടു മെറ്റീരിയൽസ് 94,000, ടു പ്ലാന്റ് 12,000, ടു വേജസ് 1,03,000, ടു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ്. നമ്മുടെ ഫോമാറ്റ് എഴുതിയപ്പോൾ അവിടെ ടു ഓവർ ഹെഡ്സ് ഉണ്ടായിരുന്നു, ആ ആയിട്ടാണ് ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് എന്ന് 6,700 6,700 കാണിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്തിട്ടുള്ള ഐറ്റങ്ങൾ ശ്രദ്ധിക്കുക. വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ടോട്ടൽ 2 തരം ഐറ്റങ്ങളാണ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ടോട്ടൽ വരിക. ഒന്ന് വർക്ക് സർട്ടിഫൈഡ്, മറ്റൊന്ന് വർക്ക് അൺസർട്ടിഫൈഡ്. വർക്ക് സർട്ടിഫൈഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 1,72,000 എന്നുള്ള എമൗണ്ട് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് വർക്ക് സർട്ടിഫൈഡിൻ്റെ 80% അവിടുത്തെ ഹിൻഡ്. ദാറ്റ് മീൻസ് 1,72,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 80 ചെയ്ത് കഴിഞ്ഞാലാണ് ടോട്ടൽ വർക്ക് സർട്ടിഫൈഡ് കിട്ടുക. ദാറ്റ് ഈസ് 2,15,000. നെക്സ്റ്റ് വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. വർക്ക് അൺസർട്ടിഫൈഡ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4,000. ടോട്ടൽ ഇത് കാണിച്ചു 2,19,000. നെക്സ്റ്റ് മെറ്റീരിയൽ ഓൺ ഹാൻഡ്, അതല്ലെങ്കിൽ ചില ചോദ്യങ്ങളിൽ മെറ്റീരിയൽ അറ്റ് സൈറ്റ് എന്നും തരാറുണ്ട്. ഇവിടെ 4,500 ഡയറക്റ്റ് ആയിട്ടാണ്. മറ്റൊന്ന് പ്ലാന്റ് അറ്റ് സൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡിപ്രീസിയേഷൻ 10% പെർ ആനം എന്നുള്ള ഡിപ്രീസിയേഷൻ പ്ലാന്റിൻ്റെ നെറ്റ് എമൗണ്ട്, പ്ലാന്റിൻ്റെ 12,000 എന്നുള്ള എമൗണ്ടിൽ നിന്ന് ലെസ് ചെയ്തു. എന്നിട്ടാണ് പ്ലാന്റ് അറ്റ് സൈറ്റ് 10,800 കിട്ടിയിട്ടുള്ളത്. ഇത്രയും ഐറ്റങ്ങൾക്ക് ശേഷം മറ്റ് ഐറ്റങ്ങളൊന്നും ഈ ക്വസ്റ്റ്യനിൽ നമുക്കിവിടെ എൻട്രി ചെയ്യാനായിട്ടില്ല. ഇനി അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അക്കൗണ്ട് ടോട്ടൽ ചെയ്തപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് ടോട്ടൽ കൂടുതൽ വന്നിരിക്കുന്നത്. 2,34,300 എന്നുള്ള എമൗണ്ടാണ് ഗ്രേറ്റർ എമൗണ്ട്. അതിനെ ബാലൻസ് ചെയ്തു. ഡെബിറ്റ് സൈഡിൽ 18,600 എന്ന് പറയുന്ന എമൗണ്ട് കിട്ടി. ആ ബാലൻസിങ് ഫിഗറിനെയാണ് നമ്മൾ നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രൊസീജിയർ, ഈ നോഷണൽ പ്രോഫിറ്റിനെ വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്കും അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നോഷണൽ പ്രോഫിറ്റിനെ ബ്രോഡ് ഡൗൺ ചെയ്ത് കാണിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. നോഷണൽ പ്രോഫിറ്റിനെ 18,600 എന്ന നോഷണൽ പ്രോഫിറ്റിനെ ബ്രോഡ് ഡൗൺ ചെയ്ത് കാണിച്ചു. ഇനി വളരെ ശ്രദ്ധിച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ വർക്ക് സർട്ടിഫൈഡ്, കോൺട്രാക്റ്റ് പ്രൈസിൻ്റെ എമൗണ്ടും വർക്ക് സർട്ടിഫൈഡിൻ്റെ എമൗണ്ടും തമ്മിലുള്ള റിലേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നോഷണൽ പ്രോഫിറ്റ് എന്ന് പറയുന്ന 18,600ൻ്റെ എത്ര പോർഷൻ മാറ്റണമെന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കോൺട്രാക്റ്റ് പ്രൈസ് 4 lakh ആണ്. കംപ്ലീറ്റഡ് കോൺട്രാക്റ്റ് അതല്ലെങ്കിൽ വർക്ക് സർട്ടിഫൈഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 2,15,000 ആണ്. ശ്രദ്ധിക്കണം, കോൺട്രാക്റ്റ് പ്രൈസ് 4 lakh ആണ്, വർക്ക് സർട്ടിഫൈഡ് 2,15,000 ആണ്.
അപ്പോൾ 4 lakh എന്നതിൻ്റെ ഹാഫ് പോർഷൻ 2 lakhനേക്കാൾ കൂടുതൽ, 4 lakh എന്ന കോൺട്രാക്ട് പ്രൈസിൻ്റെ ഹാഫ് പോർഷൻ 1/2 പോർഷനായ 2 lakhനേക്കാൾ കൂടുതലാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്ന 2,15,000. ആ രണ്ട് കമ്പാരിസണിലൂടെയാണ് നോഷണൽ പ്രോഫിറ്റിൻ്റെ എത്ര പ്രൊപ്പോർഷൻ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുന്നത്. അതാണ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഡെബിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് കാണാം. 18,600 ഇൻറ്റു 2/3 പോർഷനാണ് മാറ്റേണ്ടത്. ഏതിൻ്റെ പ്രൊപ്പോർഷൻ അപ്പുറത്തുണ്ട്? ക്യാഷ് റിസീവ്ഡ് ഡിവൈഡഡ് ബൈ വർക്ക് സർട്ടിഫൈഡ്. 1,72,000 ഡിവൈഡഡ് ബൈ 2,15,000. അതാണ് 9,920. ഇനി നമ്മൾ ചെയ്യേണ്ടത് 18,600 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയ 9,920 നിന്ന് ബാക്കിയുള്ള എമൗണ്ട് ആണ് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവ് എന്നുള്ള അക്കൗണ്ടിലേക്ക് മാറ്റേണ്ടത്. അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ അവസാനിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം 18,600 നിന്റെ ബാലൻസ് എമൗണ്ട് 8,680, അതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് റിസർവിലേക്ക് മാറ്റുന്ന എമൗണ്ട്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇതിന് ശേഷം കോൺട്രാക്ട് അക്കൗണ്ടിൻ്റെ തുടർച്ച എന്ന നിലയ്ക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും കൂടെ തയ്യാറാക്കാൻ ആവശ്യപ്പെടാറുണ്ട്. നമുക്ക് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടും കൂടെ ചെയ്ത് അവസാനിപ്പിക്കാം. കോൺട്രാക്ട് അക്കൗണ്ടിന് ശേഷം അവസാനം ചെയ്യുന്നതാണ് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. വർക്ക് ഇൻ പ്രോഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എമൗണ്ട് കോൺട്രാക്ട് അക്കൗണ്ടിൽ തന്നിട്ടുള്ള വർക്ക് ഇൻ പ്രോഗ്രസിന്റെ നെറ്റ് എമൗണ്ട് ഡെബിറ്റ് ചെയ്തു. 2,19,000 എന്ന് പറയുന്ന വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എമൗണ്ട് ടു കോൺട്രാക്ട് അക്കൗണ്ട് എന്നുള്ള പേരിൽ വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു. അക്കൗണ്ട് പോസ്റ്റ് ചെയ്യാൻ എളുപ്പമുള്ള ഒരു രീതി എന്നുള്ള നിലയ്ക്ക് ശ്രദ്ധിക്കുന്നത്, ക്രെഡിറ്റ് സൈഡിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നുള്ള പേരിൽ വന്നിട്ടുള്ള എമൗണ്ട് എന്ന ഹെഡിൽ വന്ന എമൗണ്ട് ആ അക്കൗണ്ടിന്റെ പേരിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാറ്റി പോസ്റ്റ് ചെയ്തു. പഴയ ക്ലാസ്സുകളിൽ, ചെറിയ ക്ലാസ്സുകളിൽ എളുപ്പത്തിൽ പറയുന്ന ഒരു രീതിയാണ് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എമൗണ്ട് കോൺട്രാക്ട് അക്കൗണ്ടിൽ കിടക്കുന്ന ക്രെഡിറ്റ് ബാലൻസ് ഡെബിറ്റ് ചെയ്തു. ഇവിടെ കിടക്കുന്ന ക്രെഡിറ്റിൽ കിടക്കുന്ന എമൗണ്ട് അത് ഡെബിറ്റ് ബാലൻസ് എന്നുള്ളതാണ് അറിയപ്പെടുക. ടു കോൺട്രാക്ട് അക്കൗണ്ട് 2,19,000. അതേപോലെ കോൺട്രാക്ട് അക്കൗണ്ടിൽ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ എമൗണ്ട് മറ്റൊരു എമൗണ്ടും കൂടെ 8,680 എന്നുള്ള ഒരു എമൗണ്ടും കൂടെ ഉണ്ട്. ആ എമൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. രണ്ട് ഐറ്റങ്ങൾ, ഒന്ന് 2,19,000 എമൗണ്ട് ഡെബിറ്റ് ചെയ്തു, മറ്റൊന്ന് 8,680 എന്നുള്ള എമൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ചെയ്തു. റിസർവിലേക്കുള്ള എമൗണ്ട് ആണെന്നുള്ള രീതിയിൽ 8,680. അത്രയും കാണിച്ചതിന് ശേഷം അക്കൗണ്ട് വർക്ക് ഇൻ പ്രോഗ്രസിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ആ ബാലൻസിന്റെ ഫിഗറാണ് 2,10,320. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കോൺട്രാക്ട് അക്കൗണ്ടും വർക്ക് ഇൻ പ്രോഗ്രസ് അക്കൗണ്ടുമായി. ഇത്രയാണ് പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്. കോൺട്രാക്ട് അക്കൗണ്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, പ്രോബ്ലങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. നിർബന്ധമായിട്ടും എല്ലാ ആളുകളും ഈ പ്രോബ്ലംസ്, ഈ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലവും നിങ്ങൾ ഒരു തവണ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. മറ്റു പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.